Okay. Here, fitting an iron rim on a wooden wheel changes how it is. Usually, only the first picture wheel matram tannittunde. In second picture, see that how it is fitted with the iron is fitted with a wooden wheel. Expansion on heating is used to fit an iron rim to a wooden wheel. The rim is made slightly smaller in diameter than the wheel. It is heated so that it expands. The hot rim is then slipped onto the wheel. Cold water is poured on it to cool it. The rim contracts on the cooling and firmly grips the wheel. ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയും. ഇത് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. സാധാരണ നമുക്കറിയാം ഒരു വീലില് അതിന് ഒരു അയൺ എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടുള്ള ഒരു പുറംചട്ടയാക്കുന്നത്. ഫസ്റ്റ് അത് നമ്മൾ സാധാരണ ചെറുതാക്കുന്നു. Then they will make it heated. ചൂടാക്കും. ചൂടാക്കിയതിനു ശേഷം we know that when it is heated it will expand. അത് എക്സ്പാൻഡ് ആകും, വലുതാകും. അപ്പോൾ നമ്മുടെ ഈ വീല്, മരത്തിന്റെ വീല് നമ്മൾ അതിനുള്ളിലേക്ക് തള്ളി കയറ്റി വെക്കുന്നു. അതിനുശേഷം ഈ അയൺ ആയിട്ടുള്ള ചൂടായിട്ടുള്ള അയണിലേക്ക് നമ്മൾ കോൾഡ് വാട്ടർ, വിൽ പോർ ദ കോൾഡ് വാട്ടർ ഓവർ ദ റിം, അയൺ റിം. അപ്പൊ എന്ത് സംഭവിക്കും? തണുക്കും. അപ്പൊ പഴയ പോലെ ഫിറ്റ് ആകും. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ പ്ലംബിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, രണ്ട് ഒരേ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് പൈപ്പ് പീസുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ glue വെച്ച് ഒട്ടിക്കും. glue വെച്ച് ഒട്ടിക്കണമെങ്കിൽ one should be big one and one should be big one and one should be small one. Then only it will go inside, isn't it? If it is both are in same size, how they will adjust? You know, രണ്ട് പൈപ്പുകളും ഒരേ സൈസിലുള്ളതാണെങ്കിൽ ഒന്നിന്റെ ഉള്ളിലേക്ക് ഒന്നിനെ കയറ്റി വെക്കണമെങ്കിൽ what they will do, plumbers? In anybody's house recently have done the plumbing or not? Yes. Yes. Then answer me. How is it in that? Yes. If both is in the same size, now if the both is in different size, one is big and another one is small, means easily we can push the small one into the big one, sir, isn't it? And we can use that glue and then we can stuck it. But if both are in both same size, how it will be? One they will make it hot. One pipe they will make it hot. Then what will happen? A hot pipe will expand. ചൂടാക്കും. ഒരെണ്ണം ചൂടാക്കും. ചൂടാക്കുമ്പോൾ ആ ചൂടാക്കിയ പൈപ്പ് എന്ത് ചെയ്യുന്നു? അവിടെ കുറച്ച് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും. അത് തന്നെയുമല്ല, ചൂടാക്കാത്തത് നമ്മൾ തള്ളിക്കഴിയുമ്പോൾ അത് സ്ട്രോങ് ആയിരിക്കും കുറച്ചും കൂടെ, അല്ലെ? ചൂടാക്കി കഴിയുമ്പോൾ അവിടെ ആ ചൂടായ ഭാഗം കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും ഈ പൈപ്പൊക്കെ. അപ്പം മറ്റേ ചൂടാക്കാത്ത പൈപ്പ് ഹാർഡാണ്. അത് ഉള്ളിലേക്ക് തള്ളിക്കയറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ വികസിക്കുന്നു. ഇനി തള്ളിക്കയറ്റിയതിന് ശേഷം ആ പൈപ്പ് തണുക്കുമ്പോൾ പഴയ പോലെ ചെറുതായി വരും, ചുങ്ങി വരും. മനസ്സിലായോ? സോ ഹിയർ ഓൾസോ സെയിം മെത്തേഡ് ഉള്ളു. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ അയൺ റിം ദേ വിൽ മേക്ക് ഇൻ ദ കറക്റ്റ് സൈസ്, ഒരേ സൈസിൽ ഈ വുഡൻ വീലിന്റെ അതേ സെയിം സൈസിൽ തന്നെ ഉണ്ടാക്കും. ബട്ട് അതിന് മേലെ ഫിറ്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ലൂസ് ആണെന്നൊരിക്കൽ ഇത് ഉരുകി പോരും, അല്ലെ? ഇനിയിപ്പോ സെയിം സൈസ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലോട്ട് കയറുകയുമില്ല. അപ്പൊ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ഹീറ്റ് ദ അയൺ റിം ആൻഡ് ഇതിന്റെ പുറത്തോട്ടുള്ള പുറംചോട്ട പോലെയുള്ള സാധനം, അയണിന്റെ ആ സാധനം, they will make it heat, then it will expand, it will become little more big one, then they will push the wheel inside that, അതിന്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റി വെക്കും. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഈ അയൺ കുറച്ച് എക്സ്പാൻഡ് ആയതുകൊണ്ട് കുറച്ച് വലുതായിട്ട് നിൽക്കും. അപ്പൊ അത് തണുത്ത് കഴിയുമ്പോൾ അത് സ്മോൾ ആകും, ചെറുതാകും, ചുരുങ്ങും, പഴയ പൊസിഷനിലും. അപ്പൊ എക്സാക്ട്ലി ഇറ്റ് വിൽ ഫിറ്റ് ഫോർ ദാറ്റ് വീല്. ഞാനിപ്പോ പറഞ്ഞ പൈപ്പിന്റെ കേസ് പോലെ തന്നെ. പക്ഷെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പൈപ്പ് വിൽ എക്സ്പാൻഡ് ലിറ്റിൽ ബിറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ലിറ്റിൽ മോർ സോഫ്റ്റ്. അപ്പൊ നമ്മൾ തണുത്തിരിക്കുന്ന സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു പൈപ്പ് അതിന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റും. അപ്പം ഇത് കുറച്ച് എക്സ്പാൻഡഡ് ആണ്, പിന്നെ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് വേഗം ഈസി ആയിട്ട് അങ്ങ് കയറിക്കോളും. ആൻഡ് ഗ്രാജുവലി വെൻ ഇറ്റ് ബിക്കംസ് കൂൾ, എക്സ്പാൻഡഡ് പൈപ്പ് വിൽ ബിക്കം സ്മോൾ വൺസ്, അതായത് ഷ്രങ്ക് ആകും, ചുരുങ്ങി അതിന് കറക്റ്റ് ആയിട്ട് എക്സാക്ട്, പിന്നെ അത് ഊരി പോകത്തൊന്നുമില്ല. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലെ പ്ലംബിംഗ് ഒക്കെ ചെയ്ത ഭാഗത്തൊക്കെ പോയി നോക്കുക.
അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇലക്ട്രീഷ്യൻസ് വന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും, പ്ലംബർ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് നോക്കാം. Burning. When you burn a piece of paper, smoke and gas like a carbon dioxide and water vapor are given out. The ash left behind differs from paper in its appearance and properties. Thus, new substances with the different properties and the different molecules are formed. We know that when we burn a paper, when we take a candle or something like that, lighter handle, and when we lit it, and if we hold the paper over it, we know that it gets fire. Then, if the paper is burnt, we will not get it back again as a paper. We will get some pieces of ash, isn't it? And while we burn, smoke will come out. Then gases like the carbon dioxide will come out. Understand? നിങ്ങളൊരു കഷ്ണം പേപ്പർ എടുത്ത് കത്തിച്ചാൽ നിങ്ങൾക്ക് കത്തിച്ചാൽ പിന്നീട് നമുക്ക് ആ പേപ്പർ ആയിട്ട് തിരിച്ചു കിട്ടുമോ? Never. We will not get it back. We'll get a piece of or little bit of little bit of ash we will get, and while burning, smoke will come out. So thus a new substance with the different properties and different molecules are formed. അപ്പൊ നമുക്ക് പുതിയൊരു ഐറ്റം ആണ്. പിന്നീട് ഒരിക്കലും നമുക്ക് ആ പേപ്പർ തിരിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ if you heat the water, gas comes out, means water vapor comes out, but if it will cool down again, we will get back that water again. അല്ലെ, നമ്മളിപ്പം വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ നീരാവി ആവുന്നു, നീരാവി ആയിരുന്നാൽ അതിനെ വീണ്ടും തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ വെള്ളം തന്നെ തിരിച്ചു കിട്ടും. Or if we'll make it freeze it, it will become ice. Then again if we'll make it a little hot, we will get back that water. അവിടെ നമ്മൾ മാറ്റങ്ങൾ വരും, പക്ഷെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്ന മാറ്റങ്ങളാണ്. But here burning paper, we will not get back the paper again. We will get a new substance. പിന്നെ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റാത്ത രീതിയിലുള്ള സബ്സ്റ്റൻസ് കിട്ടും. തിരിച്ച് പഴയ പോലെ പേപ്പർ ആവില്ല പേപ്പർ കത്തിക്കുന്ന സമയത്ത്, അല്ലെ. നമ്മൾ എന്ത് സാധനം, മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും അല്ല, നമ്മൾ ക്യാൻഡിൽ പറഞ്ഞു, ക്യാൻഡിൽ നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വാക്സ് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇറ്റ് വിൽ മെൽറ്റ്. ബട്ട് when after melting that when it cools down, we'll get back the wax. പിന്നെ നമ്മൾ ആ വാക്സ്, അതായത് മെഴുക് നമ്മൾ ഉരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം പോലെ ആകും, പക്ഷെ അത് തണുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് വാക്സ് തന്നെയാണ്. ബട്ട് ഹിയർ ഇൻ സെക്കൻഡ് ചേഞ്ചസിൽ we will never get back the paper again. കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? ഒരു കരിയിൽ കത്തിച്ചു, ഒരു പേപ്പർ കത്തിച്ചു, ഫയർവുഡ് കത്തിച്ചു, അതൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് again will we get it back as a firewood, or will we get it back as paper? Will we get it back as a cloth or dry leaves? കത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന ന്യൂ സബ്സ്റ്റൻസ് ആണ്, പുതിയൊരു സാധനമാണ് കിട്ടുന്നത്, അല്ലെ. Okay, similarly, when you burn a matchstick or candle, new substances are formed. Do you think burning is a reversible change? അതുകൊണ്ട് റിവേഴ്സിബിൾ ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം മാച്ച് സ്റ്റിക്ക് കത്തിച്ചു കഴിഞ്ഞിട്ട് അത് കറുത്ത കരി പോലെ ഇരിക്കുള്ളൂ, അല്ലെ. പിന്നെ നമുക്ക് തിരിച്ച മാച്ച് സ്റ്റിക്സ് അതുപോലെ കിട്ടുമോ? We will not get it, isn't it? Okay, candle കത്തിച്ചു കഴിഞ്ഞാൽ വാക്സ് തന്നെ തിരിച്ചു കിട്ടും, പക്ഷെ ക്യാൻഡിലായിട്ട് തന്നെ നമുക്ക് കിട്ടുമോ? ഇല്ല. Candle, if we burn the candle, it will melt, and after that it will cool down, we will get back that wax, but we will not get as a candle itself. Candle ഒരു പ്രോപ്പർ ഷേപ്പും അല്ലെങ്കിൽ ഒരു കളറൊക്കെ കാണും, മേ ബി വൈറ്റ് ഓർ ഗ്രീൻ ഓർ റോസ് കളർ, ലൈക്ക് ദാറ്റ് വേ. If we have added color with that, we will get a colorful candle, but after burning that we will get the wax, but we will not get the candle like that. Candle പോലെ തന്നെ നമുക്ക് കിട്ടത്തില്ല. പല ഷേപ്പിലുള്ള ക്യാൻഡിൽ ഉണ്ട്, ബിഗ് വൺസ്, സ്മോൾ വൺസ്, ആൻഡ് ഡിഫറെന്റ് ഷേപ്സ്, isn't it? പക്ഷെ വാക്സിനെ ചൂടാക്കിയാൽ തണുത്ത് കഴിയുമ്പോൾ വാക്സ് തന്നെ കിട്ടും, ക്യാൻഡിലിനെ ചൂടാക്കിയാൽ വാക്സ് കിട്ടും തിരിച്ച്, പക്ഷെ ക്യാൻഡിൽ തിരിച്ച് കിട്ടത്തില്ല, അല്ലെ. Okay, similarly, when you burn a matchstick or candle, new substances are formed. Do you think burning is a reversible change? Reversible change ആണോ? അല്ല, never. Okay. Growth in plants and animals, another physical change ആണ്, reversible അല്ല. അതായത് another change. What happens to the food you eat? It is absorbed by the body and is used to nourish cells for growth. The substances that make up a cell are different from the substance present in food. Again, new substances are formed. We know that we eat food, and after eating food, we know that digestion takes place in our body, isn't it? Will our body absorb that food like that way as we eat? No, will not take place, will not, isn't it? That will be digested from mouth, and then it will go to intestine, and from there digestion completes.
കുറെ കെമിക്കൽ ചേഞ്ചസിലൂടെ നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ആ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ്, വിറ്റമിൻസ്, പ്രോട്ടീൻസ് ആൻഡ് ഓള് സൊല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ശരീരത്തിലെ ബ്ലഡിലേക്ക് ഒബ്സർവ് ആകുന്നു. ദ റെസ്റ്റ് വിൽ ബി ലെഫ്റ്റ് ഔട്ട്, ബാക്കിയുള്ളതിന് കളയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ബോഡി ആൻഡ് ഈസ് യൂസ്ഡ് ടു നറിഷ് സെൽസ് ഫോർ ഗ്രോത്ത്. ഈ ഫുഡിൽ നിന്നും അതിൽ ആവശ്യമുള്ളത് മാത്രം നമ്മൾ ബ്ലഡ്, അതും ഒരിക്കലും ഇപ്പൊ നമ്മൾ സപ്പോസ് നമുക്കറിയാം ദഹനം നടന്ന് കംപ്ലീറ്റ്ലി ബ്ലഡില് അബ്സോർവ് ആകുന്നത് മാത്രമേ എടുക്കുള്ളൂ, ബാക്കി ഫുള്ള് പോകുകയാണ്. ഡൈജഷൻ നടന്നാലും ഇല്ലെങ്കിലും അതിൽ അബ്സോർവ് ആകുന്നത് മാത്രം. ഇപ്പൊ എത്ര ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിച്ചതെങ്കിൽ പോലും അതിൽ ഡൈജഷൻ നടന്നിട്ടുള്ളത് മാത്രമേ, അതിൽ നിന്ന് അബ്സോർവ് ആകുന്നത് മാത്രമേ ബോഡി എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം കളയും. നമുക്കറിയാം ഈ ഒമിറ്റ്, സാധാരണ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലാതെ കഴിക്കുന്നതോ അല്ലെങ്കിൽ പഴകിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചാൽ അത് ഒമിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഡൈജസ്റ്റഡ് ഫുഡ് ഒരിക്കലും ഒമിറ്റ് ചെയ്യാറില്ല നമ്മൾ. അൺഡൈജസ്റ്റഡ് ഫുഡാണ് നമ്മൾ ഒമിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒമിറ്റ് ചെയ്തിട്ടില്ല എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്? ഓക്കെ, ഈ ഒമിറ്റ് ചെയ്യുന്ന ഫുഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ദാറ്റ് വിൽ ബി അൺഡൈജസ്റ്റഡ് ഫുഡ്. മനസ്സിലായോ? അൺഡൈജസ്റ്റഡ്, ഡൈജസ്റ്റ് ആകാത്ത ഫുഡാണ്, അതായത് ദഹനം നടക്കാത്ത ഫുഡാണ് നമ്മൾ എപ്പോഴും ഒമിറ്റ് ചെയ്യുന്നത്. മേ ബി ലിറ്റിൽ ബിറ്റ് ഡൈജഷൻ നടന്നിട്ടുണ്ടാകും, പൂർത്തി വന്നിട്ടുണ്ടാകും, ബാക്കി എല്ലാം അൺഡൈജസ്റ്റഡ് ആയിരിക്കും. അതായത് നമ്മൾ നല്ല ഇഷ്ടമുള്ള ഫുഡൊക്കെ ആയിരിക്കും കഴിച്ചത്, മേ ബി മിൽക്ക് അല്ലെങ്കിൽ എന്താ പറയണ്ടേ എഗ് അല്ലെങ്കിൽ മീറ്റ്, അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഫ്രൂട്ട്സോ അങ്ങനെ എന്തും ആയിക്കോട്ടെ, എത്ര വിറ്റമിൻ ഉള്ളത് പ്രോട്ടീൻ ഉള്ളത് ഫുഡ് നമ്മൾ കഴിച്ചതാണെങ്കിൽ പോലും അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലെങ്കിൽ അതിനോ ഇത് ചെയ്യും. അപ്പൊ അൺഡൈജസ്റ്റഡ് ആയിട്ടാണെന്നൊരിക്കലും അതിൽ വോമിറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഡൈജസ്റ്റഡ് ആയിട്ടുള്ളതാണ് ബോഡിക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളുടെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് പുറന്തള്ളപ്പെടും. അതാണ് നമ്മളുടെ ബോഡിയുടെ ഒരു സ്ട്രക്ചർ. The things which are not necessary for our body will have a reaction to remove it from the body. നമ്മുടെ ബോഡിക്കുള്ള റിയാക്ഷൻ ആണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല അൺനെസസറി തിങ്സ്, അതായത് ആവശ്യമില്ലാത്ത എന്ത് വസ്തുവാണേലും അതിനെ പുറന്തള്ളാനുള്ള പ്രവണത നമ്മുടെ എല്ലാവരുടെയും ബോഡിക്ക് ഉണ്ട്. ദാറ്റ് മേ ബി ഫുഡ് ഐറ്റംസ്, ഡ്രിങ്കിങ് ഐറ്റംസ് ഓർ എനി ഡസ്റ്റ് പാർട്ടിക്കിൾസ്, എന്തും ആയിക്കോട്ടെ. നമുക്കറിയാം നമ്മുടെ ബോഡി, നമുക്ക് വി ഹാവ് എന്താ പറയണ്ടേ, കോൾഡ് ആൻഡ് കോഫ് സംടൈംസ് വി വിൽ ഗെറ്റ്, isn't it? നിങ്ങൾക്കറിയാം എങ്ങനെ നമുക്ക് ഈ കോൾഡും കോഫും ഒക്കെ വരുന്നത് എന്തിനാണെന്നുള്ളത്? അത് നമ്മുടെ ബോഡിയുടെ, നമ്മുടെ മനുഷ്യന്റെ ഡസ്റ്റ് കയറിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പണിയെടുക്കുമ്പോൾ അടുക്കളയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമിലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് there will be some so much dust particles and all. While we breathe it may go inside, isn't it? So at that time itself our body will react. And especially I think when your mummy cooks food, if she is using chili powder or something like that, I think it will have the reaction while we breathe, isn't it? നിങ്ങൾക്ക് അപ്പൊ തന്നെ തുമ്മാൻ തോന്നും, അല്ലെ ചുമക്കാൻ തോന്നും. നിങ്ങളുടെ വീട്ടിൽ അമ്മ മുളക് പൊടിയൊക്കെ ചൂടാക്കും, അങ്ങനത്തെ എന്തെങ്കിലും അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്ത് അത് മുളക് കരിയുമ്പോഴല്ലേ, അതാ പറഞ്ഞത്, ചൂടാക്കി കരിയുന്ന സമയത്ത്. പിന്നെ നമ്മളുടെ റൂംസ്, while we clean the rooms and all, if there is dust particles and all, of course while we breathe it may go inside, then body will react. Body doesn't want such things, so body will have a reaction to remove it from our body. നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻ ആണ് നമുക്ക് എന്ത് പറയുന്നത്, സ്നീസ്, അതായത് തുമ്മുന്നത്, സ്നീസ് ചെയ്യാൻ തോന്നും, ആ തുമ്മി പുറത്ത് കളയും. ഇനി അങ്ങനെയൊന്നും കളയാതെ, അതുകൊണ്ടാണ് പറയുന്നത് we should not breathe through our mouth, we should breathe only through our nose, because nose has a filter inside. നമ്മൾക്ക് നോസിൽ കൂടെ പൊടിയൊന്നും ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ മൂക്കിലുണ്ട്, പക്ഷെ വായിൽ അതില്ല. Sometimes when we have cold, it is difficult for us to breathe through the nose, so then we will breathe through our mouth, but it is not good, because at that time while we breathe through our mouth, all the dust particles will go inside directly into our lungs and all. It is not good for us. And then നമുക്കറിയാം മൂക്കിന് അതിന്റെ ഫിൽട്രേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് മൂക്കിൽ കൂടെ പോകുന്നില്ല. ഇനി ബൈ ചാൻസ് ഇതെല്ലാം വെട്ടിച്ച് കുറച്ച് സംഭവങ്ങൾ അടുത്ത് പോയി എന്ന് വിചാരിച്ചോ, then the body will have another reaction like a cold and cough. ജലദോഷമായിട്ട് അല്ലെങ്കിൽ ചുമയായിട്ട് അതിനെ പുറന്തള്ളാൻ ശ്രമിക്കും. കാരണം ഈ ഡസ്റ്റ് എല്ലാം കൂടെ ഉള്ളിൽ കൂടി കഫമായിട്ട് മാറും. അതിനെ എങ്ങനെയെങ്കിലും പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻ ആണ് നമുക്ക് സാധാരണ വരുന്ന കോൾഡ്, അതുപോലെ തന്നെ കോഫ്.
അപ്പൊ നമുക്ക് ജലദോഷം വരുമ്പോൾ നമ്മളുടെ മൂക്കൊലിച്ച് പുറത്തോട്ട് പോയിക്കോളും, നമ്മളുടെ എന്താ പറയുന്ന കഫം ഉള്ളിലുള്ളത് അല്ലെ. അൺനെസസറി തിങ്സ് ആണ് അത് ബോഡിക്ക്. നെക്സ്റ്റ് കോഫ്, ചുമച്ച് ഉള്ളിൽ ലങ്സിലൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം പുറത്തിയടിക്കും, ഈ അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങൾ. ബട്ട് നമുക്ക് കോൾഡ് തുടങ്ങുമ്പോഴേ അല്ലെങ്കിൽ കോഫ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒന്നും മരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി ഈ 1-2 ദിവസം കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയിക്കോട്ടെ എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓഫൺ യു ഗെറ്റ് കോൾഡ് ആൻഡ് കോഫ് ആൻഡ് ഓൾ, സോ യു ഹാവ് ടു ടേക്ക് എ medical treatment. But I think elders will not get much like that way. മുതിർന്നവർക്ക് അത്ര പെട്ടെന്ന് എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ തന്നെ ജലദോഷമോ ചുമയോ വരാറില്ല. കാരണം അവർക്ക് ഓൾറെഡി എന്ത് ചെയ്യുന്ന മൂക്കിലൊക്കെ ഈ മൂക്കിന്റെ ഉള്ളിൽ ഒരു ഹെയർസ് വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഫിൽറ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്, കൂടുതലുണ്ട് കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ. പിന്നെ കുറച്ചുകൂടെ പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട്, അവർ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും കുഞ്ഞുങ്ങളെക്കാളും. അതുകൊണ്ട് തന്നെ ഓക്കെ. പക്ഷെ നമുക്ക് എന്താ പറയുന്നത് 1-2 ദിവസം ഒന്നും മരുന്നൊന്നും മേടിക്കണ്ട, ലെറ്റ് ഇറ്റ് ഗോ. നമ്മുടെ മൂക്കിൽ കൂടെ ഒലിച്ചു പോകുന്ന, അല്ലെ നമുക്ക് ചുമ വരുമ്പോൾ നമ്മളത് ഒലിച്ചു പൊയ്ക്കോട്ടെ, അത് പൊയ്ക്കോട്ടെ പുറത്ത് ബോഡിയുടെ. ബട്ട് ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ഫോർ മെനി ഡേയ്സ് വി ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ. കുറെ വലിയവർക്കാണെങ്കിൽ പോലും 1-2 ദിവസം അങ്ങനെ പോയിക്കോട്ടെ, എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമാണ്. മനസ്സിലായോ? ആൻഡ് എൽഡേഴ്സ് സാധാരണഗതിയിൽ ചെറിയ ജലദോഷം വന്നാലും വലിയ കാര്യമായിട്ട് എടുക്കില്ല. ദേ വിൽ യൂസ് സം തുളസീസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് വേണ്ട. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആവി പിടിക്കും, അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ചെയ്ത് അത് കുറയ്ക്കാൻ നോക്കും അല്ലെ. പെട്ടെന്ന് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം മരുന്നുകളൊന്നും ചിലപ്പോൾ അത് വിജയിച്ചു എന്ന് വരില്ല. എനിവേ യു ഹാവ് ടു ടേക്ക് ദ ഡോക്ടേഴ്സ് ഹെൽപ്പ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ നിന്നാണ് ഇപ്പം കോൾഡിലേക്കും കോഫിലേക്കും പോയത്. അപ്പൊ ഇവിടെ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ ദ ബോഡി ആൻഡ് ഈസ് യൂസ് ടു നറിഷ് സെൽസ് ഗ്രോത്ത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളുടെ സെൽസിന്റെ വളർച്ചയ്ക്ക്, കോശങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദ സബ്സ്റ്റൻസ് ദാറ്റ് മേക്ക് അപ്പ് എ സെൽ ആർ ഡിഫറെന്റ് ഫ്രം ദ സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ഫുഡ്. അഗെയിൻ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്. ഇനി നമ്മൾ കഴിച്ച ഫുഡ് കൊണ്ടാണ് നമ്മുടെ ശരീരം വളരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ശരീരവും ഈ ഫുഡും ഒരുപോലെയാണോ? അല്ല. ഫുഡിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെ ശരീരം ഉപയോഗിച്ചപ്പോൾ അത് മറ്റൊന്നായി തീർന്നു. അണ്ടർസ്റ്റാൻഡ്? സോ ദ minerals, vitamins and all, proteins and all, which all things were there in the food, that is observed by your body, and it will help the growth of our cells. That's what we grow. And that cells are not same like food. ആ ഫുഡിൽ നിന്നുണ്ടായതാണ് ഈ കോശങ്ങളെങ്കിൽ പോലും ഈ കോശങ്ങളും ഫുഡും ഒരുപോലെ അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. ബോത്ത് ആർ ഡിഫറെന്റ്. സോ ന്യൂ സബ്സ്റ്റൻസ്. നൗ സീ, if you have any vegetable cultivation at home like beans, lady's finger, brinjal, I think almost everybody is having at least 1 or 2 vegetable cultivation at home, isn't it? Chili or something like that, 1 or 2. Some are having plenty of vegetable cultivation, but some are having few. Anyway, something will be there in everybody's house, and we add manure for that. How many of you have any one cultivation at home? ഒന്നെങ്കിലും വീട്ടിലുള്ളവർ എന്തെങ്കിലും ഒരു പച്ചക്കറിയെങ്കിലും നട്ടിട്ടുള്ളവരെന്ന് കൈപ്പൊക്കിക്കേ. നിജാദിന്റെ വീട്ടിലൊന്നും ഇല്ല മുത്തേ? അമ്മ ഒന്നും നട്ടിട്ടില്ല, പറമ്പില് ഉണ്ട്. ഓക്കെ. ഹലീമയുടെ വീട്ടിലോ? ഹലീമ is stuck, I think. ഓക്കെ. എനിവേ, എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരുപാടില്ലെങ്കിലും സംതിങ് വിൽ ബി there അല്ലെ. എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ ഉണ്ടാകാം. ഇനി ഓക്കെ, put on your hand. Juvana, what is there in your house, Juvana? What your mummy has cultivated? കാന്താരി മുളക് ഇല്ലേ? കാന്താരി മുളക്. ഓക്കെ. ചില്ലി. നെക്സ്റ്റ് then garlic. Garlic. Oh, garlic. Onion. Big onion. Onion and garlic. Lady's finger. Then lady's finger is there. Then bitter gourd. Okay. That's all. Okay. അപ്പം സം വെജിറ്റബിൾസ് ആർ ദർ. ഇനി ഇവരുടെ ഞാനിപ്പോ എല്ലാവരോടും ചോദിക്കുന്നില്ല, ഒരാളോട് ചോദിച്ചു. സം വെജിറ്റബിൾസ് ലൈക്ക് ഓണിയൻ, ഗാർലിക്, ബീറ്റർ ഗാർഡ്. എനിവേ 3 ഐറ്റംസിന് ഓർമ്മ വന്നു. ബിറ്റർ ഗാർഡ്, ഓണിയന്, ലേഡീസ് ഫിംഗർ, ഗാർലിക്. 4 ഐറ്റത്തിൽ എടുത്തോ. ഓക്കെ. Juvana, please unmute. I want to ask you again. Do you add any manure for that? Yes. What? The balance of the tea we make, no, right?
we will separate the tea and the tea dust also, no? Okay, tea dust. That That's all. that one. That and home food waste is there, no? Then my mother will mix everything and grind it and make a paste and pour it. Oh, very good. Then anything else? That's all. That's all. Okay. That's all. ഓക്കെ യൂഷ്വലി ഇപ്പൊ ഇവള് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ടീ പൗഡർ ചായ ആക്കിയതിന്റെ ചായ അരിച്ചെടുക്കുന്ന ചായപ്പൊടി ഇല്ലേ വേസ്റ്റ് ചായ മട്ടം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ചായ മട്ടം എന്ന് ഞങ്ങൾ പറയും ചായ അരിച്ചിട്ട് അതിന്റെ വേസ്റ്റ് ഓക്കെ സംഭവം മനസ്സിലായില്ലേ അത് ദാറ്റ് ഈസ് വെരി ഗുഡ് പിന്നെന്താ ഇഷ്ടമായിട്ട് വരുന്ന നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ചോറിന്റെ അങ്ങനെ അതിലൊരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് അത് കൊണ്ടിടും ഓക്കെ പിന്നെ in some houses you might have seen your parents are adding ash after burning fire and all we get a fire after burning firewood we will get a ash so they will put that ash is a good manner then if you have cow or a goat or something like that way you will use that dung cow dung or like that way some people if they are having hen or cock and all it's dung അല്ലെ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാകും പശു ഉള്ളവരുടെ പശുവിന്റെ ചാണകം ആടിന്റെ ചാണകം പിന്നെന്താ കോഴിയുടെ കോഴിക്കാഷ്ടം റാബിറ്റ് ഉള്ളവരുടെ റാബിറ്റിന്റെ ഇതൊക്കെ നല്ല മാനുവറാണ് ദാറ്റ് ഈസ് ഓർഗാനിക് മാനുവർ നാച്ചുറൽ ആയിട്ടുള്ളതാണ് പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ളതാണ് വളരെ നല്ലതാണ് ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ യൂഷ്വലി നിങ്ങൾക്ക് എല്ലാവർക്കും ചാണകം നല്ലൊരു വളമാണെന്ന് അറിയാം കൗഡങ് ഈസ് എ ഗുഡ് മാനുവർ എവരിബഡി നോസ് വി ആഡ് ദിസ് കൗഡങ് ടു our vegetable means ladies finger brinjal what all things you cultivated you might have seen your parents adding cow dung maybe dry ones or raw ones ചിലവർ അത് ഉണക്കിയിട്ടിടും ചിലവർ അത് പച്ചയായിട്ട് തന്നെ അങ്ങോട്ട് ഇടും ഇനി യൂറിൻ ഓഫ് കൗ പശുവിന്റെ മൂത്രം അതൊക്കെ നല്ല വളമാണ് ഗോമൂത്രം എന്ന് പറയുന്ന സാധനം യൂറിൻ ഓഫ് കൗ എന്തൊരു നാണവോ അവിടെ ഓരോരുത്തർക്കൊക്കെ ഇത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഓക്കെ ശരി ഈ സാധനങ്ങളൊക്കെ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് will the vegetable from that cow brinjal plant we get brinjal isn't it so will that brinjal have the taste of that cow dung which we have added as a manure or will we get the taste of the urine of cow from that brinjal which we added as manure will we get നമ്മൾ ആഡ് ചെയ്ത കൗഡങ്കിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോമൂത്രത്തിന്റെയോ അല്ലെങ്കിൽ ചാരത്തിന്റെയോ ഒക്കെ ടേസ്റ്റ് ആയിരിക്കുമോ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത പച്ചക്കറിക്ക് ഉണ്ടാവുന്നത് നെവർ ഒരിക്കലുമല്ല കൗഡങ്കിന്റെ മണമായിരിക്കും ആ പച്ചക്കറിക്ക് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത പ്രിഞ്ചാലിനോ അല്ലെങ്കിൽ ലേഡീസ് ഫിംഗറിനോ ഉണ്ടാവുക നെവർ ഈ പറഞ്ഞ ഒന്നിന്റെയും ടേസ്റ്റ് ആയിരിക്കില്ല അല്ലേ സെയിം മെത്തേഡ് ഇവിടെ നമ്മൾ ഫുഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിച്ച ഓറഞ്ചോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ആപ്പിളോ പൈനാപ്പിളോ അല്ലെങ്കിൽ മിൽക്കോ മീറ്റോ ഫിഷോ എന്തുമായിക്കട്ടെ അതിന്റെ ടേസ്റ്റോ സ്മെല്ലോ ഒന്നും ആയിരിക്കില്ല നമ്മുടെ സെല്ലിൽ ഉണ്ടാവുന്നത് നമ്മുടെ ബോഡിയിലുള്ള സെല്ല് എന്ന് പറയുന്ന കോശം എന്ന് പറയുന്ന ഈ സാധനത്തിൽ ഉണ്ടാകുന്നത് എന്തായാലും ന്യൂ സബ്സ്റ്റൻസ് ഈസ് മെയ്ഡപ്പ് ഒരു പുതിയ സാധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം മെത്തേഡാണ് നമ്മൾ ആഡ് ചെയ്ത വളം എന്തുമായിക്കോട്ടെ അതിന്റെ ടേസ്റ്റ് ഒന്നും അല്ല അതിന് വരുന്നത് അതിന്റെ സ്മെല്ല് വരുന്നില്ല നമ്മൾ കഴിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഒരു വെജിറ്റബിളും നമ്മൾ കഴിക്കില്ല അല്ലെ കൗഡങ്ങിന്റെ ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ ഇഷ്ടമുണ്ടോ ഇല്ല ഈ പറഞ്ഞ ആഷിന്റെ ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ ഇഷ്ടമുണ്ടോ ഇല്ല അല്ലെ ബട്ട് അവിടെ കെമിക്കൽ ചേഞ്ചസ് അവിടെ വേറൊരു ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഇനി കുക്കിംഗ് when you boil an egg it becomes hard and tastes very different have you ever eaten raw egg some people like to eat a raw egg ചില ആൾക്കാർക്ക് മുട്ട പച്ചയോടെ കുടിക്കുന്ന ഇഷ്ടമാണ് നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടോ ചില എൽഡർ പീപ്പിളിനുണ്ട് വലിയ ആൾക്കാർക്കോ ഉണ്ടോ ജോയലിനുണ്ട് ഓക്കെ വേറെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ചില ആൾക്കാർ ഞാൻ ഇപ്പൊ അങ്ങനെ അധികം ചിലവർക്ക് അത് ഇഷ്ടമാണ് പക്ഷെ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ചൂടുള്ള ചായക്കകത്തോട്ട് കട്ടൻ ചായക്കകത്തോട്ട് ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്ന നമുക്ക് കാണുമ്പോൾ അറപ്പ് തോന്നും but they like it but some good qualities there for that isms എന്തോ മുറിവിനും ചതനും ഒക്കെ നല്ലതെന്നൊക്കെ പറയുന്നേക്കാം അങ്ങനെയൊക്കെ ഓക്കെ എന്തായാലും ഞാൻ പറയാം നമുക്കിങ്ങനെ ചിലവർ അങ്ങനെ കഴിച്ചിട്ടുള്ള ആളൊരു പുഴുങ്ങി മുട്ട കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് എത്ര ഡിഫറെന്റ് ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പൊ മുട്ട നിങ്ങൾ കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ടേസ്റ്റ് അറിയില്ല എന്ന് വിചാരിക്കാം യൂഷ്വലി ബനാന നിങ്ങളുടെ വീട്ടിൽ വാങ്ങി കഴിക്കുന്ന സാധനമാണല്ലേ ബനാന ഏത്തപ്പഴം എന്ന് പറയുന്ന വലുത് പ്ലാന്റൈൻ അല്ല സാധാരണ പ്ലാന്റൈൻ അല്ല വലിയ ഏത്തപ്പഴം നമ്മൾ സാധാരണ ഏത്തപ്പഴം എന്ന് പറയുന്നില്ല ബനാന
ആ ബനാന പച്ചക്കും കഴിക്കും, അതായത് പഴുത്ത ആ പഴം അങ്ങനെ തന്നെ തിന്നും, ചിലർ പുഴുങ്ങിയിട്ട് തിന്നും, ഇല്ലേ? അയ്യോ ഇല്ലേ, യുവാനൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ കൂടുതലും പുഴുങ്ങി ഉണ്ട് അല്ല, യുവാനയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഷീ നെവർ എയ്റ്റ് എന്ന്. ഹെവൻ, ഹാവ് യു എവർ ഈറ്റൻ? നല്ലതാ പുഴുങ്ങിയത്. Okay, some people okay, some people like to eat as it is raw banana. Raw means not പച്ച banana അല്ല ഉദ്ദേശിക്കുന്ന പഴം അങ്ങനെ തന്നെ തിന്നുന്നത്. ചില ആൾക്കാർ some people like to eat as boiled one. ബോയിൽഡ് ചെയ്തത് കഴിക്കുന്നത്. രണ്ടിനും രണ്ട് ടേസ്റ്റ് അല്ലേ? പച്ച തിന്നുന്ന ടേസ്റ്റ് ആണോ നമ്മൾ പുഴുങ്ങിയിട്ട് തിന്നുമ്പോൾ? അല്ല, അല്ലേ? difference is there. Okay, like the same way here. When we boil an egg, it becomes hard and taste very different. And the taste different ആയിരിക്കും. ബോയിൽ ചെയ്ത എഗ് കുറച്ചുകൂടെ ഹാർഡ് ആയിരിക്കും. മറ്റേ ഒരു മുട്ട താഴോട്ട് വീണാൽ എന്ത് സംഭവിക്കും? മറ്റേ ഒരു സിനിമയിലൊക്കെ കാണില്ലേ, മുട്ട എറിയുന്നേ, അപ്പൊ അതുപോലെ ഇരിക്കും അല്ലെ? പക്ഷെ നമ്മൾ ബോയിൽഡ് കൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അല്ലെ? ഓക്കെ. The molecules change to give new substance. ഇവിടെ ബോയിൽ ചെയ്തപ്പോൾ എഗിന്റെ മോളിക്യൂൾസ് എല്ലാം ചേഞ്ച് ചെയ്തൊരു ന്യൂ ഐറ്റംസ് ആണ് വന്നേക്കുന്നത്. സോ ഇറ്റ്സ് ടേസ്റ്റ് ഈസ് ഡിഫറെന്റ്, ഇറ്റ്സ് സൈസ് സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ സ്റ്റേറ്റിന് ഒരു ഡിഫറൻസ് വന്നു. ഒരു ലിക്വിഡ് മാതിരി ആയിരുന്നു ഇരുന്നത്. ഷെല്ലാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഷെൽ എന്ന് പറയുമ്പോൾ അത് താഴെ വീണ് അപ്പളേ പൊട്ടിപ്പോകും, എല്ലാം മൊത്തം കുളവായിട്ട് പോകും. പക്ഷെ ബോയിൽഡ് ചെയ്തൊക്കെ ആണെങ്കിൽ പൊട്ടില്ല എന്നല്ല ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്ന് അത്യാവശ്യം അവിടെ തട്ടിയാലും മുട്ടിയാലും വലിയ പരിക്കൊന്നുമില്ല അല്ലെ? പിന്നെ ഇത് ഓൾറെഡി ഹാർഡ് ആയതുകൊണ്ട് ഒന്ന്, അതേസമയം ഒരു റോ ആയിട്ടുള്ള പച്ചമുട്ടയാണെന്നില്ല എവിടെയെങ്കിലും തൊട്ടിയാൽ അതോടെ തീർന്നു, മൊത്തം ഈ പറഞ്ഞ ഒളുമ്പുനാറ്റവും എല്ലാം ആകും, കുളവാകും അല്ലെ? പിന്നെ 2 ദിവസം അടുക്കള കറണ്ട് വരില്ല, ഭയങ്കര സ്മെല്ലായിരിക്കും. അങ്ങനെയാണ്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എൻറ്റയർലി ടേസ്റ്റ് വിൽ ബി ഡിഫറെന്റ്. നിങ്ങൾ പച്ചത്തക്കാളി തിന്നായിരിക്കും, അതായത് തക്കാളി പഴുത്ത തക്കാളി കടയിൽ നിന്ന് വാങ്ങുന്നത്, അത് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് പച്ചക്ക് തിന്നുന്ന ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ അല്ലെ? ആ തക്കാളി ആയിരിക്കില്ലല്ലോ നമ്മള് കറി വെക്കുമ്പോൾ. അല്ല, വെണ്ടയ്ക്ക, നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ ചുമ്മാ വെണ്ടച്ചെടി അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ അത് പറിച്ച് തിന്നാൻ നമുക്ക് ഇഷ്ടമാണ്, മൂത്ത് പോകരുത്, പിച്ചൊക്കെ പറിച്ച് തിന്നാൻ ഇഷ്ടമാണ് അല്ലെ? കോവയ്ക്ക, അതൊക്കെ പിഞ്ചൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ആണെങ്കിൽ പിഞ്ചൊക്കെ പറിച്ച് തിന്നാൻ ഇഷ്ടമാണ്. പക്ഷെ ആ തിന്നുന്നതും അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ്, അതായത് വേവിച്ച് കഴിയുമ്പോഴുള്ള ടേസ്റ്റും ഡിഫറെന്റ് ആയിരിക്കും. So here molecules change to give new substance. Similarly, cooking of rotis, vegetables or rice results in new substance being formed. അപ്പൊ നമുക്ക് ഇനി നിങ്ങളുടെ വീട്ടിൽ വേറൊന്ന് ഞാൻ പറയാം. നമ്മൾ ഉണ്ടാക്കുന്ന വേവിക്കുന്നതിൽ തന്നെ വ്യത്യാസം. നമ്മൾ അരിയുടെ മാവ് അരച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കും അല്ലെ? അപ്പം നമ്മൾ അത് വെച്ച് ചോറ് വെക്കുന്ന ടേസ്റ്റ് അല്ല ദോശയ്ക്ക്. ഇനി അതേ മാവ് കൊണ്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കൽ, ഇഡ്ഡലിയുടെയും ദോശയുടെയും ടേസ്റ്റ് രണ്ടും രണ്ടാണ് അല്ലെ? സോ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ നമ്മൾ എടുക്കുന്നു, അതായത് ദോശ അങ്ങനെ ഉണ്ടാക്കുന്നു, പക്ഷെ ഇഡ്ഡലി നമ്മൾ വെള്ളത്തിൽ വേവിക്കാണ്, ആവി കയറ്റുവാണ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ ടേസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. In all the above examples, new substances with different properties are formed. The molecules of the original substance undergo changes to form molecules of new substance. Such changes are called chemical changes. അപ്പൊ റിവേഴ്സിബിൾ ചേഞ്ച് എന്ന് പറയുന്നതും ഈ കെമിക്കൽ ചേഞ്ചസിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി. റിവേഴ്സിബിൾ ചേഞ്ചസ് മീൻസ് ഒരു ചേഞ്ചസ് ടേക്ക് പ്ലേസ്, ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കം ടു ദ ഓൾഡ് സ്റ്റേറ്റ്. ഒരിക്കൽ ചേഞ്ച് സംഭവിക്കും, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയ സ്റ്റേറ്റിലേക്ക് വരും. നമ്മൾ പറഞ്ഞ വാക്സ് അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുന്നത് അല്ലെങ്കിൽ വെള്ളം തണുപ്പിക്കുന്നത്, അത് പിന്നീട് നമുക്ക് വീണ്ടും വെള്ളം തന്നെ ആക്കാൻ പറ്റും. പക്ഷെ ഇത്തരം ചേഞ്ചസ്, ഒരിക്കൽ നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗിനെ നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റത്തില്ല, ഒരിക്കൽ നമ്മൾ വേവിച്ച ഫുഡിനെ നമുക്ക് പഴയ പോലെ ടേസ്റ്റിലേക്ക് ആക്കത്തില്ല. സോ ദീസ് ചേഞ്ചസ് ആർ നോൺ ആസ് കെമിക്കൽ ചേഞ്ചസ്. അണ്ടർസ്റ്റാൻഡ്? ദ ചേഞ്ചസ് വിച്ച് cannot be taken back as it was in the previous state, that is known as chemical changes. Understand? അപ്പം പഴയ സ്റ്റേറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒരു ന്യൂ സബ്സ്റ്റൻസ് ഹാസ് ബീൻ ടേക്കൺ പ്ലേസ്, പുതിയൊരു വസ്തു ഉണ്ടാവുകയാണ്, പിന്നെ അതിനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റില്ലാത്തത്. Okay, time is up, only 1 minute is left out. So today do you have any computer class? ഇന്ന് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടോ? ഇത് ലാസ്റ്റ് ക്ലാസ്. ഇത് ലാസ്റ്റ് ക്ലാസ് ഇന്നില്ല. Bye bye then. See you on Tuesday. Sorry, Thursday. See you on Thursday. Bye bye then. മാർക്കൊക്കെ താഴെ ഉള്ളത്, ഞാനിപ്പോ മേലത്തെ നിലയില ക്ലാസ് എടുക്കുന്നത്. മാർക്കൊക്കെ പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോ അറിയാം.